ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഫിഷ് ഫ്രൈ ആയാലോ? അപ്പോൾ നമ്മൾ പറയില്ല, അമ്മ ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം അങ്ങനെയും പറയും. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടി, നമുക്ക് നല്ല മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുന്നൊരു പൊടി ഇതിൽ ഉള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ ഫിഷ് മസാല. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് നമുക്ക് 1/2 മുറി ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അതിലേക്ക്. അല്ലെങ്കിൽ ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് സുർക്ക, വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂണൊക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് മല്ലിച്ചപ്പാണ് കേട്ടോ. അത് ഒരു 2-3 തണ്ട് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് മറന്നുപോയാൽ ഒരു രുചി ഉണ്ടാവില്ല നമ്മളെ ഫിഷിന്. അപ്പൊ ഞങ്ങളെ ഫിഷ് അയിലയാണേ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അരയ്ക്കുന്നതിൽ. അതെല്ലാതും കൂടെ ചതച്ച് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളെ ഫിഷ് അയിലയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് മസാല നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ മസാല നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ മസാല പുരട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ മുറിച്ചെടുത്ത ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ മസാല അതിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മസാല തേച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞങ്ങളെ ഫിഷ് ഇങ്ങനെയാണുള്ളത്. ഇതൊരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഒന്നും കൂടെ അതിലേക്ക് പിടിക്കും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വറുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫിഷ് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണേ. ബൈ.